നമസ്കാരം. കേരളവാണി വാർത്തകളിലേക്ക് സ്വാഗതം. കേരളവാണി പ്രഥമ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക ന്യൂസ് ചാനലായ കേരളവാണിയുടെ 2024 പ്രഥമ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സെയിന്റ് ആൽബർട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ജിംഗിൾ വൈബ്സ് പരിപാടിയിൽ ഡിസംബർ 25 വൈകുന്നേരം 6 മണിക്ക് കേരളവാണി സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ ചടങ്ങിൽ വെച്ച് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ അവാർഡുകൾ വിതരണം ചെയ്തു. സാമൂഹ്യ പ്രവർത്തനം സിസ്റ്റർ വിമൽ ഗ്രേസ് CTC, ചരിത്രം ജോസഫ് മാനിഷാദ്, സാഹിത്യം അഭിലാഷ് ഫ്രേസർ, അക്കാദമിക് പ്രൊഫഷണൽ ഷിജു ജി തോമസ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഫാദർ ജോർജ് അറക്കൽ എന്നിവരാണ് അവാർഡിന് അർഹരായത്. റവറൻഡ് സിസ്റ്റർ വിമൽ ഗ്രേസ് CTC, ഐക്യാൻ ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഹ്യൂമാനിറ്റേറിയൻ എക്സലൻസ് അവാർഡിൽ ചേഞ്ച് മേക്കർ അവാർഡ് ജേതാവ്. സമൂഹത്തിന് ചെയ്തിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ അവാർഡിന് സിസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രിൻസിപ്പൽ അവാർഡ്, 2023 ഇന്ത്യൻ എഡ്യൂക്കേഷൻ അവാർഡ് എന്നിവയും സിസ്റ്റർ ലഭിച്ചിട്ടുണ്ട്. പൈപ്പിനിലെ കരുണ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാളായി സിസ്റ്റർ ഇപ്പോൾ സേവനം ചെയ്യുന്നു. NGO ഓഫ് ദ ഇയർ അവാർഡിന് കരുണ സ്പെഷ്യൽ സ്കൂൾ ഇപ്പോൾ അർഹത നേടിയിരിക്കുന്നു. അഭിലാഷ് ഫ്രേസർ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാത്തലിക് പുരസ്കാരമായ യുണൈറ്റഡ് സ്റ്റേറ്റ് മീഡിയ അസോസിയേഷൻ ബുക്കിന്റെ 2024 അവാർഡ് ജേതാവ്. മാധ്യമപ്രവർത്തകനും പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റും കവിയുമായ അഭിലാഷ് ഫ്രേസറിന്റെ ഫാദർ എ കളക്ഷൻ ഓഫ് പോയംസ് എന്ന പുസ്തകത്തിനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കാത്തലിക് മീഡിയ അസോസിയേഷൻ ബുക്ക് അവാർഡ് ലഭിച്ചത്. 2024 പനോരമ ഇന്റർനാഷണൽ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാള സാഹിത്യ രചനകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച യുവ സാഹിത്യകാരൻ കൂടിയാണ് അഭിലാഷ് ഫ്രേസർ. ഫാദർ ജോർജ് അറക്കൽ, തൂവെള്ള വസ്ത്രത്തിനൊപ്പം തൂലികയും ചേർത്ത് വെച്ച വൈദികൻ. വിശ്വാസ ജീവിതത്തെ ആത്മീയമായി നയിക്കുന്ന അജപാലന ദൗത്യത്തോടൊപ്പം തന്നെ അറിവിന്റെ നിറമുള്ള അക്ഷരങ്ങളെ ആയുധങ്ങളാക്കി മാറ്റിയ വന്യ വൈദികൻ. അതിരൂപതയുടെ ഔദ്യോഗിക മുഖപത്രമായ ജീവജ്യോതിയുടെ സ്ഥാപക ചീഫ് എഡിറ്റർ. 4 വർഷക്കാലം കേരള ടൈംസ് പത്രത്തിന്റെ എഡിറ്റർ ഇൻചാർജായി പ്രവർത്തിച്ചു. സത്യനാഥം വാരികയിൽ 10 വർഷത്തോളം വെളിച്ചമേ നയിച്ചാലും എന്ന ശീർഷകത്തിൽ വാരാന്ത ചിന്തകൾ എഴുതി വായനക്കാരെ പ്രചോദിപ്പിച്ചു. ജോർജ് അറക്കലച്ചന്റെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് 2022 കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വൈജ്ഞാനിക സാഹിത്യ അവാർഡ് നൽകി ആദരിച്ചു. ചെമ്പുമുക്ക് ആവില ഭവനിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അദ്ദേഹം വാഡേ സെയിന്റ് ജോർജ് ഇടവക അംഗമാണ്. ശ്രീ ജോസഫ് മാനിഷാദ, വരാപ്പുഴ എന്റെ അതിരൂപത എന്ന ചരിത്ര പുസ്തകത്തിന്റെ രചയിതാവ്. ആധികാരികമായ തെളിവുകളോടെ മലബാർ വികാരിയത്തിന്റെ സ്ഥാപനം മുതലുള്ള ചരിത്രം, ഓർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥം നിർമ്മിക്കാൻ കാരണക്കാരനായ മത്തേവൂസ് പാതിരിയുടെ ചരിത്രം, പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന കൽപ്പനയുടെ ഉത്ഭവം, മലയാളത്തിലെ തദ്ദേശീയ സന്യാസി സഭകളുടെ സ്ഥാപനം സംബന്ധിച്ച വിവരങ്ങൾ, റീത്തുഭേദമന്യേ കേരള സഭയ്ക്ക് കെട്ടുറപ്പ് നൽകിയ സിനഡുകൾ, എറണാകുളത്തേക്കുള്ള അതിരൂപതയുടെ ആസ്ഥാന മാറ്റം, ദേവദാസൻ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിന്റെ ഭവന സന്ദർശനം തുടങ്ങി ഇക്കാലം വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഗ്രന്ഥം ചരിത്ര പഠിതാക്കൾക്ക് മാത്രമല്ല, സമുദായ നന്മയും പുരോഗതിയും കാംക്ഷിക്കുന്ന ഏവർക്കും ഈ ഗ്രന്ഥം സത്യത്തിന്റെ അമൂല്യനിധിയായിരിക്കും. ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ പ്രകാശനം 2020 ഡിസംബർ 3-നും
രണ്ടാം പതിപ്പ് 2024 മാർച്ച് 15 വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് നിർവഹിക്കുകയുണ്ടായി. ശ്രീ ഷിജു ജി തോമസ് 2006 ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സയന്റിസ്റ്റ് എഞ്ചിനീയറായി ചേർന്ന അദ്ദേഹം നിലവിൽ VSSCയുടെ സ്റ്റേജിംഗ് സിസ്റ്റംസ് ആൻഡ് മെക്കാനിസംസ് ഡിവിഷൻ വിഭാഗം മേധാവിയാണ്. റോക്കറ്റുകളുടെ സ്റ്റേജ് ഓപ്പറേഷൻ സിസ്റ്റങ്ങളുടെയും ISROയുടെ ഇന്റർപ്ലാനറ്ററി ദൗത്യങ്ങൾക്കുള്ള മെക്കാനിസങ്ങളുടെയും രൂപകൽപ്പനയും വികസനവും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ISRO വികസിപ്പിച്ച LVM-3 ലോഞ്ച് വെഹിക്കിളിന്റെ വേർതിരിക്കൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലെ സംഭാവനയ്ക്ക് 2014 ISRO ടീം എക്സലൻസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. വിവിധ ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിൽ 1 ഡസനിലധികം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹത്തിന് 2 പേറ്റന്റുകളുണ്ട്. നിലവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് ചെയ്യുകയാണ് ഷിജു ജി തോമസ്.